അയാളുടെ കാർ ഓടിച്ചിരിക്കുന്ന അയാളുടെ മകനായിരിക്കും. ഇപ്പുറത്തൊരു തലയൊക്കെ നരച്ച് ഒരു മുസ്ലിമായിട്ട് ഒരാളിരിപ്പുണ്ട്. അയാൾ പറഞ്ഞ് നമ്മുടെ സഹായം എന്നാ വേണ്ടതെന്ന് ചോദിക്കാൻ പറഞ്ഞു. എനിക്ക് കേൾക്കാം. മകൻ ഇറങ്ങി, അത് നിറച്ച് അവരുടെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അയാൾ ഞങ്ങളുടെ എന്താ സഹായം വേണ്ടതെന്ന് ചോദിച്ച് അയാളുടെ കാറിൽ നിന്ന് എടുത്ത് എല്ലാ കാര്യം ചെയ്തിട്ട് അതിലേ പോയ വണ്ടികളെയൊക്കെ ഞങ്ങൾ പരിശോധിച്ചു. ഞാൻ ജസ്റ്റ് മാതാവിന്റെ രൂപം വണ്ടിയോളം വലുതാ കാറേ വെച്ചിരിക്കുന്നത്, വിശ്വാസം കൂടിയിട്ട്. പക്ഷെ ഒരു കാറ് നിർത്തിയിട്ട് എന്തേലും സഹായം വേണമെന്ന് ചോദിച്ചിട്ടില്ല. ഹിന്ദുക്കളും മുസ്ലിങ്ങളുടെ വണ്ടി കണ്ടാ അറിയാലോ, അവരൊക്കെ ചോദിച്ചു ഞങ്ങളുടെ സഹായം എന്തേലും വേണോ. അതിനുശേഷം ഞാനൊരു കാര്യം പഠിച്ചു. ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം ഈ ടയർ ഈ മുസ്ലിമായി അവർ മാറ്റിയിട്ടപ്പം അവരുടെ ഭാര്യമാരെല്ലാം അവിടെ പുറത്തോട്ടിരിക്കുമല്ല കേട്ടോ. നമ്മുടെ ഒരു ചേട്ടനാ ഒരു കുടുംബമായിട്ട് പോകുമ്പം ആ ഭർത്താവിന് തോന്നുന്നു എന്നാൽ സഹായം ആ ഭാര്യ പിന്നെ ആ വ്യക്തിയെ കിടത്തിപ്പുറപ്പിക്കാനാ. നിങ്ങൾ എന്താ കാണിക്കാനാ മനുഷ്യ, ആരാന്റെ വണ്ടിക്ക് ടയർ മാറ്റാൻ പോയിരിക്കും നിങ്ങൾക്ക് അവിടെ. ഞാൻ അവരുടെ കുടുംബത്തിൽ അവരൊക്കെ എന്ത് സപ്പോർട്ട്. നമ്മൾ കുറെ ധ്യാനം കൂടി കുറച്ച് വട്ട് പിടിച്ചു എന്നല്ലാണ്ട്, തുമ്പിയെ പോലെ കുറെ തുള്ളാൻ പഠിച്ചു എന്നല്ലാണ്ട് വേറൊരു ഗുണവും കിട്ടിയിട്ടില്ല. നമുക്ക് ധ്യാനം കൂടി എന്ത് കിട്ടിയിട്ടുണ്ട്? തുമ്പിയെ പോലെ വാല് പൊക്കി തുള്ളാനുള്ള ഒരു പ്രത്യേക കൃപ കിട്ടിയിട്ടുണ്ട്. ഒരു ഗുണമില്ലാത്ത കൃപയാണത്. തുമ്പി തുള്ളാൻ പോലെ നമുക്കാർക്കും ഒരു സ്നേഹമില്ല. ഇത്രയും ധ്യാനം കൂടിയിട്ട് അതിനുശേഷം ഞാൻ തീരുമാനിച്ച കാര്യം പറയാം. ധ്യാനം കൂടിയിട്ട് തീരുമാനിച്ചതല്ല, ഞാൻ തീരുമാനിച്ചു എവിടെയെങ്കിലും പോകുമ്പം ഏതെങ്കിലും വണ്ടിക്ക് കേട് പറ്റിയോ ടയർ പോയോ കിടക്കണ്ട, ഞാനും ചോദിക്കും എന്തേലും പറ്റും. എനിക്ക് അറിയാൻ പാടില്ലൊന്നും, എന്നാലും ചോദിക്കും എന്തേലും ഒരു ചെറുതെ ജസ്റ്റ് പിടിക്കാനെങ്കിലും കൂടണം, സഹായം വേണോ. അതിനുശേഷം 3 പേരോട് ഞാൻ ചോദിച്ചു. വേറെ ഞാൻ ബൈബിളിൽ നിന്ന് ഇതായിട്ട് പറയല്ല, ഈ ഒരു മനുഷ്യനിൽ നിന്ന് കിട്ടിയ ഒരു സ്നേഹിക്കാനുള്ള ഒരു പ്രത്യേക രീതിയാണ്. നമ്മൾ ആരും മാതാവിന്റെ രൂപം കാരണത്തും കൊന്തയും പുറകിൽ ജീസസ് മൈ സേവിയർ എന്നൊക്കെ എഴുതി വമ്പം കളറൊക്കെ ഒട്ടിച്ച് വച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു പിതാവിൻ്റെ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. 2 കാര്യങ്ങളാണ് അതിൽ പ്രധാനം. ഒന്ന്, ഒരനുഭവത്തിലൂടെ ആ പിതാവ് ജീവിതത്തിൻ്റെ ഒരു ഗുണപാഠം സ്വീകരിക്കുകയാണ്. ഞാനിനി എവിടെങ്കിലും പോകുമ്പോൾ ഇങ്ങനെയുള്ളവരെ കണ്ടാൽ നിർത്തി അവർക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. രണ്ടാമതായി, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകതയാണ് അദ്ദേഹം പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ